ഹായ് വെൽക്കം ടു SN മീഡിയ 1 യൂട്യൂബ് ചാനൽ. അപ്ഡേറ്റ് ചെയ്യാത്തവർ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇന്നലെ ജിമെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ഫോണിലുള്ള യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ ഇതേ രൂപത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. നമ്മൾ ഇന്നലെ മെയിൽ ID ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് അവിടെ യെസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ കണ്ടു വലത് ഭാഗത്ത്. നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ തൊട്ടുപുറയുള്ള വീഡിയോ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്നത് ലോകത്തിലെ മൂന്നാമത്തെ സെർച്ച് എഞ്ചിനാണ്. നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നുവോ അതിനുള്ള ഉത്തരം ഇനി കറക്റ്റ് അല്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഉത്തരം നമുക്ക് യൂട്യൂബ് നൽകാറുണ്ട്. അതേ രൂപത്തിൽ തന്നെ യൂട്യൂബിൽ നിന്നും ഒരുപാട് ആൾക്കാർ വരുമാനമുണ്ടാക്കുന്ന ഒരുപാട് വഴികളും യൂട്യൂബിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ലോഗോയിൽ സിമ്പിളായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഒരു യൂട്യൂബ് ചാനലിലേക്ക് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ വീഡിയോയിൽ ലോഗോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മുടെ ഗാലറിയിലുള്ള ഒരുപാട് വീഡിയോസുകൾ നമുക്ക് നമ്മുടെ ഗാലറിയിൽ കാണാം. അപ്പോൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ച വീഡിയോസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ സെലക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഈ ഒരു രൂപത്തിൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അപ്ലോഡ് ആസ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നലെ ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്തത് ഡിഫാൾട്ടായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നെയിമായിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഞാനത് ചേഞ്ച് ചെയ്യുന്നില്ല, ഓൾറെഡി നെക്സ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സെലക്ട് ചെയ്ത വീഡിയോ നമുക്കിപ്പോൾ ഇവിടെ അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബിലേക്ക് കയറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് നമ്മൾ ക്യാപ്ഷൻ ടൈറ്റിൽ നൽകണം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നൽകണം. ഇനി എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി സൗണ്ടോ മറ്റോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എഫക്റ്റുകളൊക്കെ യൂട്യൂബിൽ തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ ഒരു മ്യൂസിക്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള കോപ്പിറൈറ്റ് അല്ലാത്ത ഒരുപാട് മ്യൂസിക്കുകൾ, ഇപ്പോൾ ഇതൊരു മ്യൂസിക് ആവശ്യമുള്ള വീഡിയോ ആണ്, മറ്റ് റിവ്യൂ കാര്യങ്ങളോ ഒരു റെക്കോർഡിംഗ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് ഒരു ഭാഷ ആവശ്യമില്ലാത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ നിന്നൊരു മ്യൂസിക് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഓൾറെഡി മ്യൂട്ടല്ല, മറ്റെന്തെങ്കിലും സൗണ്ടൊക്കെ ഉള്ള വീഡിയോ ആണെങ്കിൽ ഒറിജിനൽ എന്ന ഭാഗത്തേക്ക് ക്ലിക്ക് ആ ഒരു ആരോ നീക്കുകയാണെങ്കിൽ ആ ഒറിജിനൽ സൗണ്ട് കേൾക്കും. ഇനിയല്ല മ്യൂസിക് എന്ന ഭാഗത്തേക്ക് നീക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത യൂട്യൂബിൻ്റെ മ്യൂസിക്കാണ് ഇതിൽ കേൾക്കുന്നതാണ്, മറ്റേ ഒരു സൗണ്ട് ഇതിൽ നിന്നും റിമൂവ് ആകും. അപ്പോൾ പിന്നീട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോക്കുള്ള ടൈറ്റിലാണ്. ഇപ്പോൾ ഇതൊരു ഫ്ലവറിൻ്റെ ഒരു 2 സെക്കൻഡ് വീഡിയോ ഒന്ന് ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ടൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സ് ഷോ അല്ലെങ്കിൽ ഫ്ലവർ ഷോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. ഫ്ലവറാണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് രൂപത്തിലുള്ള വീഡിയോ ആണ്, ഏത് കാറ്റഗറിയിലുള്ള വീഡിയോ ആണ് അതിനനുസരിച്ചുള്ള ക്യാപ്ഷൻ ടൈറ്റിൽ നിങ്ങൾ കൊടുക്കുക. ഇത് വളരെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഷോ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കാം. നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു പുതിയ മൊബൈലിൽ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്ത് പുതിയ ഒരു ID ക്രിയേറ്റ് ചെയ്യുന്നത്, ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ടൈറ്റിൽ ഫ്ലവർ ഷോ കൊടുത്തു. ശേഷം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ ഒരു വീഡിയോ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അതുപോലെ തന്നെ #, നമ്മളിപ്പോൾ കണ്ടുവരുന്ന എല്ലാ വീഡിയോകൾക്കും #, നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഫ്ലവർ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് എന്ന് നമ്മൾ കൊടുത്തു. വേണമെങ്കിൽ 15ഓളം #കൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ടൈറ്റിലുകൾ ഓരോരുത്തരും പല രീതിയിലുള്ള വീഡിയോ ആണല്ലോ കൊടുക്കുക. ഇപ്പോൾ ന്യൂസ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഹെഡിങ്ങുകൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനിലും നൽകാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ ഒരു മുകളിലുള്ള ആരോ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവേഴ്സ്
ഷോ എന്ന് പറയുന്ന ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ആകുന്നത് കാണാൻ കഴിയും. അങ്ങനെ ആയിരിക്കും നിങ്ങൾ ഒരു വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴും കാണുന്നത്. നോർമലി നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ MB ആവശ്യമാകും. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ MB നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം കൂടുതൽ, അല്ലെങ്കിൽ MB ഇൻ്റർനെറ്റ് യൂസേജ് കൂടുതലായിട്ട് ആവശ്യമായി വരുന്നത്. ഇപ്പോൾ ഇത് 2 സെക്കൻഡുള്ള വീഡിയോ ആയതുകൊണ്ടും നമ്മുടെ വ്യൂവേഴ്സിനുള്ള ടെസ്റ്റ് വീഡിയോ ആയതുകൊണ്ടും ഇത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ യൂട്യൂബിലേക്ക് അപ്ലോഡായി കഴിഞ്ഞു. റെഡി ടു വാച്ച്, ദിസ് വീഡിയോ റെഡി ടു വാച്ച്ഡ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയും വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഒരു വീഡിയോ നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹാഷ്ടാഗിൽ ഫ്ലവേഴ്സ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയെ, നിങ്ങളുടേതായ ക്യാപ്ഷൻ കൊടുക്കുന്നതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ വൈറലാക്കാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ നമ്മൾ വരും വീഡിയോകളിൽ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.